രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഒരു സമീപനം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനല്ല, കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളല്ല. അതുകൊണ്ട് അയാൾക്കെതിരെ വരുന്ന പരാതികളും അയാൾക്കെതിരെ പോകുന്ന നിയമ നടപടികളും അതിൻ്റെ വഴിക്ക് തന്നെ പോവട്ടെ. അയാൾ ജയിലിൽ പോവുകയോ എന്ത് ചെയ്താലും പാർട്ടിയെ സംബന്ധിച്ചത് ബാധിക്കുന്ന വിഷയമല്ല. അയാൾക്കെതിരെ ആരോപണം ഉയരുന്ന സമയത്ത് തന്നെ അയാൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട് എന്ന നിലപാടാണ് കോൺഗ്രസ് ആവർത്തിക്കുന്നത്. അല്പസമയം മുമ്പ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ എന്താണ് രാഹുലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട്, തൻ്റെ നിലപാട് എന്നൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിനനുസരിച്ചുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. ആരോപണം ഉയർന്ന ഉടൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി പാർലമെന്ററി പാർട്ടി നിന്നും മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് രണ്ടാമത് KPCC പ്രസിഡന്റിന് ലഭിച്ച പരാതി, ആ പരാതിക്ക് പിന്നാലെ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളിയതിന് അന്ന് തന്നെ ആ മണിക്കൂറിൽ, ആ മിനിറ്റിൽ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇനി ഇതിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാഹുലിനെ MLA സ്ഥാനം രാജിവെക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല എന്നതാണ്. പാർട്ടി കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് കോൺഗ്രസ് എന്തുകൊണ്ട് അത് ആവശ്യപ്പെടുന്നില്ല എന്നാണ്. കോൺഗ്രസ് അതിൽ രാഹുൽ ധാർമ്മികതയുടെ ഭാഗമായി എന്താണോ ധാർമ്മികത അത് ചെയ്യട്ടെ എന്നൊരു നിലപാടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. കാരണം പാർട്ടിയിലില്ലാത്ത ഒരാളോട് ഈ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ട എൻ്റെ കാര്യം കോൺഗ്രസിനില്ല. അയാൾക്ക് സ്വയം രാജിവെക്കുകയാണെങ്കിൽ അയാൾ രാജിവെക്കട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്. മാത്രമല്ല, ഇതിൽ സ്പീക്കറാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന നിയമപരമായ വശം കൂടി ഇതിനകത്തുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് സ്പീക്കർക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. അതിൽ സ്പീക്കറാണ് ഇനി അയാളെ അയോഗ്യനാക്കേണ്ടത്. അത് സ്പീക്കറുടെ കളത്തിലാണ് ആ പന്തുള്ളത്. അത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തേടുമെന്നാണ് അല്പസമയം മുമ്പ് സ്പീക്കർ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതുകൊണ്ട് 20-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ആ നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാകും. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് ഇതാണ്. കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്ത ഒരുത്തനാണ് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ പുറത്താക്കിയത് എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളും രാവിലെ പ്രതികരിച്ചത്. പക്ഷേ CPM ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഇപ്പോൾ എടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ ലിജോ റോളൻസ് കൂടെ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ലിജോ, ഇപ്പോൾ രാഹുലിനെ മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചോ? ഭാരതി, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അല്പസമയം മുൻപാണ് മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചിരിക്കുന്നത്. അതായത് 2:20 രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാവേലിക്കര സബ് ജയിലിലേക്ക് എത്തി അവിടെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തു. 14 ദിവസത്തേക്കാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 4:20 പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുന്നു. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അതിനുശേഷം 11 മണിക്ക് ശേഷം 11:15 പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്നു. 12:1 മണിയോടുകൂടെയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത്. 1.5 മണിക്കൂർ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉയർന്നിരുന്നു. അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് അവിടെ വെറുമൊരു വൈദ്യപരിശോധന മാത്രമല്ല നടന്നത്, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ശേഷി പരിശോധന കൂടെ അവിടെ നടത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതിഭാഗം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ അന്വേഷണത്തോടോ മറ്റു കാര്യങ്ങളൊന്നും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദമായി പറയുന്നത്. അങ്ങനെ സഹകരിക്കാത്ത ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ടെസ്റ്റിന് വേണ്ടി തയ്യാറായി എന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നുണ്ട്. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം കോടതിയിൽ ഇത് പരിഗണനയ്ക്ക് വരും. പത്തനംതിട്ട തിരുവല്ല കോടതിയുടെ കീഴിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവല്ല മജിസ്ട്രേറ്റ് ആയിരിക്കും അത് പരിഗണിക്കുകയും ചെയ്യുക. ഇന്ന് മജിസ്ട്രേറ്റ് ഇന്ന് അവധി, അതായത് ഇന്ന് ഇല്ലാത്തത് കൊണ്ടാണ് അത് പത്തനംതിട്ടയിലേക്ക് മാറ്റുക എന്നുള്ള നടപടി ചെയ്തത്. തുടർന്ന് ഈ പ്രോസിക്യൂഷൻ പോലീസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ റിമാൻഡ് ചെയ്ത ഒരു കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ഏറ്റവും ഗൗരവമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. രാഹുൽ ഇത്തരത്തിൽ സ്ഥിരമായി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. സ്ഥിരമായി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന ഒരാളാണ്. അയാൾക്കെതിരെ 2 കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഇത് 3ാമത്തെ കേസാണ്. ഇനിയും ഇയാളെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് ഈ അതിജീവിത
വനിതകളുടെ അവരുടെ ഒരു സ്വകാര്യതയ്ക്ക് ഒരു ഭംഗം വരുത്തും. മാത്രമല്ല അവരെ സ്വാധീനിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനുമുള്ള സാഹചര്യമുണ്ട്, തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് റിമാൻഡ് അനുവദിക്കണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല, മറുപടികൾ കൃത്യമായി നൽകുന്നുണ്ടായിരുന്നില്ല. അത് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചതായി പറയുന്നു. അതുകൊണ്ടും റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. റിമാൻഡിന് ശേഷം കസ്റ്റഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമാണ്, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് ആവശ്യമാണെന്നുള്ളൊരു കാര്യമാണ് ഉന്നയിക്കുന്നത്. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുമ്പേ നമ്മൾ കണ്ടത് രാഹുൽ ഈ കൃത്യമായ ഉത്തരം നൽകാതെ അന്വേഷണത്തിൽ നിന്നും പൂർണ്ണമായും സഹകരിക്കാത്ത ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമെല്ലാമായിരുന്നു നമ്മൾ കണ്ടത്. ആ നിലയിൽ ഈ 14 ദിവസത്തെ റിമാൻഡ് എന്നുള്ളത് വളരെയധികം നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. ഏത് രീതിയിലായിരിക്കും ചോദ്യം ചെയ്യലുകൾ എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?